ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സമുദ്ര ചരിത്രവും പാരമ്പര്യവും ഒക്കെ വിളിച്ചോതുന്നതായിരുന്നു ലാറ്റിൻ അമേരിക്കൻ ടോൾ ഷിപ്പ് വോയേജ്. 8 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളാണ് ഈ പ്രദർശന യാത്രയിൽ പങ്കെടുക്കുന്നത്. ലാറ്റിൻ അമേരിക്കയുടെ സമുദ്ര ചരിത്രത്തെ തന്നെ വിളിച്ചോതുന്നതായിരുന്നു ലിമ കോസ്റ്റ് ലൈനിൽ നടന്ന കപ്പലുകളുടെ പ്രദർശനം. അർജന്റീന, ബ്രസീൽ, ചിലി, കൊളംബിയ, ഇക്വഡോർ, മെക്സിക്കോ, വെനസ്വല തുടങ്ങിയ 8 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളാണ് അണിനിരുന്നത്. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ കപ്പലുകളുടെ പ്രദർശനം. അർജന്റീനയുടെ യുദ്ധക്കപ്പലായ പിയോണിയറയും ബ്രസീലിന്റെ സിസിൻ ഗ്രാൻകോയും മെക്സിക്കോയുടെ കോട്ട്മോക്കുമെല്ലാം ഉയരമുള്ള കപ്പലുകളുടെ പ്രദർശനത്തിൽ തലയെടുപ്പോടെ അണിനിരുന്നു. കഴിഞ്ഞ 134 ദിവസത്തിനുള്ളിൽ ഏകദേശം 1200 നോട്ടിക്കൽ മൈലാണ് ഈ യുദ്ധക്കപ്പലുകൾ സഞ്ചരിച്ചത്. ഇവിടുത്തെ പ്രദർശനത്തിന് ശേഷം കലാവോ നേവൽ ബേസിലേക്കാണ് അടുത്തതായി കപ്പൽ രാജാക്കന്മാരുടെ യാത്ര. ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ലാറ്റിൻ അമേരിക്കൻ ടോൾ ഷിപ്സ് വോയേജ് 2014 എന്നാണ് ഈ കപ്പൽ യാത്രക്കിട്ടിരിക്കുന്ന പേര്. ബ്രസീലിയൻ തുറമുഖത്ത് നിന്ന് ആരംഭിച്ച യാത്ര നിരവധി രാജ്യങ്ങൾ ചുറ്റി മെക്സിക്കോ തുറമുഖത്താണ് ഇനി അവസാനിക്കുക. മറ്റ് രാജ്യങ്ങളുമായുള്ള സൗഹാർദ്ദം മെച്ചപ്പെടുത്തുന്നതിനും ഓരോ രാജ്യങ്ങളെയും കുറിച്ചും പഠിക്കുന്നതിനുമാണ് ഇത്തരത്തിലൊരു യാത്ര ബ്രസീലിയൻ നേവി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും വിളിച്ചറിയിക്കുന്ന കപ്പൽ യാത്ര സംഘടിപ്പിക്കാറുണ്ട്. ഈ വലിയ കപ്പലുകൾ സന്ദർശിക്കാനുള്ള അവസരം പൊതുജനങ്ങൾക്കുമുണ്ട്. ഇതിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കപ്പലുകളുടെ യാത്ര ആരംഭിച്ചത്. ഇതിനോടകം തന്നെ 10 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിക്കഴിഞ്ഞു. ഉറുഗ്വേയിലെയും ചിലിയിലെയും അർജന്റീനയുടെയും തുറമുഖങ്ങളിലും കപ്പലുകൾ എത്തി. ഇക്വഡോർ, കൊളംബിയ, വെനസ്വല തുടങ്ങിയ രാജ്യങ്ങളാണ് കപ്പലുകളുടെ അടുത്ത ലക്ഷ്യം.